രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ടെങ്കിൽ അത് കൃത്യമായി പറഞ്ഞുകൂടെ എന്നാണ് പലരുടെയും ചോദ്യം. പക്ഷേ ഇത് പരാതിയല്ല. ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, നീതി കിട്ടണം എന്ന് താഴ്മയായി അപേക്ഷിക്കാൻ വന്നതുമല്ല രാഹുൽ ഗാന്ധി. അദ്ദേഹം ചില നഗ്നസത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാനാണ് ശ്രമിച്ചത്. അത് ആരൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ആർക്കാണ് ഗുണം ചെയ്തത് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ കോടതിയിൽ പോയിക്കൂടെ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ടോ? 4 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരാതി, പരിഭവം, ആരോപണം, വെളിപ്പെടുത്തൽ, ഇതിലേത് ഗണത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കാര്യങ്ങൾ വരിക? വോട്ട് ചോരി ഈ സംഭവം വരിക, പത്രസമ്മേളനം വരിക? പരാതിയുണ്ട് കോൺഗ്രസിന്, പക്ഷെ ഇത് പരാതിപ്പെടേണ്ട ഇടം പത്രസമ്മേളനമല്ല. അതുകൊണ്ട് പരാതിയെ നമ്മൾ മാറ്റി നിർത്തുന്നു. പരിഭവം, തീർച്ചയായും വലിയ പരിഭവമാണ്. നിരന്തരമായി കോൺഗ്രസ് പരാജയപ്പെടുകയാണ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ പരാജയങ്ങളാണ് സംഭവിക്കുന്നത്. പഴയ ഗതകാല പ്രതാപത്തിന്റെ നിഴലിലാണ്. അതിൽ വലിയ പരിഭവമുണ്ട്. അത് മാത്രമല്ല, നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര ഏജൻസികൾ, CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ മറ്റ് സമിതികൾ, ഇലക്ഷൻ കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈവൻ കോടതി സംവിധാനം പോലും നിഷ്പക്ഷതയുണ്ടോ എന്ന ഒരു സംശയം കോൺഗ്രസിനുണ്ട്. ആ സംശയം പരിഭവമായി വരികയാണ്.